welcome back to my channel. ഇന്ത്യൻ നഴ്സുമാർക്ക് അയർലൻഡിൽ ജോലി സ്വപ്നമായി മാറുന്നു. ഈ ഒരു തംബ്നെയിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, ഇന്ത്യയിൽ നിന്ന് ഒത്തിരി നേഴ്സസാണ് അയർലൻഡിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നത്. വെറുതെ കാത്തിരിക്കുകയല്ല, NMBA പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് ഡിസിഷൻ ലെറ്ററൊക്കെ ആയിട്ടാണ് അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനലിൽ കൂടുതലും അയർലൻഡ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും പലരും ഇപ്പോൾ എന്നോട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലിൽ കൂടുതലും അയർലൻഡ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ലേറ്റസ്റ്റ് നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ന്യൂ നഴ്സിംഗ് വേക്കൻസീസും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വീഡിയോസും നഴ്സസ് ലൈഫ് ഇൻ അയർലൻഡ്, അങ്ങനെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേഷൻസൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ ഞാൻ എന്താണ് നഴ്സസ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഴ്സസ് വേക്കൻസീസ് വരുന്നുണ്ട്, പക്ഷേ അവർ കൂടുതലായിട്ടും ആവശ്യപ്പെടുന്നത് NMBA പിൻ ഹോൾഡേഴ്സിനെയാണ്, അതായത് ലൈവ് NMBA രജിസ്ട്രേഷൻ ഉള്ളവരെയാണ്. എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്കറിയാം, ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഡിസിഷൻ ലെറ്റർ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള വേക്കൻസീസ് ഭയങ്കര റെയറാണ്. റീസെൻ്റ്ലി ഒരു 2 വന്നായിരുന്നു, എൻഡോസ്കോപ്പിയുടെയും യൂറോളജിയുടെയും. അത് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. എന്നാൽ ചില പ്രൈവറ്റ് ഏജൻസീസ് വഴി ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കും നഴ്സിംഗ് ഹോംസിലേക്കും വേക്കൻസീസ് നടക്കുന്നുണ്ട്. അത് ഒരു അത്യാവശ്യം നല്ല ഭീമമായ സർവീസ് ചാർജസ് ഈ ഏജൻസീസ് കൈപ്പറ്റിക്കൊണ്ടാണ് അങ്ങനെയുള്ള വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ എനിക്കറിയാം, ഇപ്പോൾ പലരും ചോദിക്കുന്നത് അങ്ങനെയുള്ള ഏജൻസീസ് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കാനും റെഡിയായിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും വേക്കൻസീസ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആവശ്യത്തോടെ. പക്ഷേ അങ്ങനെയുള്ള ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്നും എനിക്ക് പേഴ്സണലി അറിയത്തില്ല. അല്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും അവർക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നഴ്സുമാർക്ക് അയർലൻഡിൽ ജോലി സ്വപ്നമായി മാറുകയാണോ എന്ന് സംശയം ജ്വലിപ്പിക്കുന്നത്. പലരും മിഡിൽ ഈസ്റ്റ് കൺട്രീസൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. UK സ്ഥിതിയും ഇപ്പോൾ ഓൾമോസ്റ്റ് അയർലൻഡുമായിട്ട് സിമിലറായിട്ടാണ് കണ്ടുവരുന്നത്. സോ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ UK നോക്കാതെ നേരെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ട്രൈ ചെയ്യുന്നത്. റീസെൻ്റ്ലി ഓസ്ട്രേലിയക്ക് നഴ്സസിന് പുതിയ പാത്വേസ് ഒക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് പലരും ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പുതിയ വേക്കൻസീസ് ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് എത്ര നാളെടുക്കും, ഇത് എന്നത്തേക്ക് ഓപ്പൺ ആകും എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് ഇപ്പോൾ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് നിങ്ങളെ അറിയിച്ചിരിക്കും ഉടനെ തന്നെ. ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കറിയാം ഒത്തിരി പേരാണ് ഈ ഒരു ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം മെയിലൊക്കെ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയവരുടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ജനുവരിയിലേക്ക് ഇനി നടക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം പലരും അങ്ങനെ ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി ഒക്കെ തീരുമെന്നുള്ള ടെൻഷനിലാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ NMBAക്ക് ഈ കാരണങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു മെയിൽ അയയ്ക്കുക. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ, ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി ഇൻ കേസ് എക്സ്റ്റെൻഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി OETയുടെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആയി കിട്ടുമോ എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റീസെൻ്റ്ലി 2-3 പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ഉള്ള കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. എൻ്റെ അറിവിൽ നേരത്തെ NMBA പിൻ കിട്ടുന്നിടം വരെ നമുക്ക് OETയുടെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നാണ്. ഈ റീസെൻ്റായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് അതിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതോടൊപ്പം ഇൻഡീഡിൽ കണ്ടൊരു റീസെൻറ്റ് വേക്കൻസിയും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം.
അഡൽട്ട് ആൻഡ് അഡോളസെൻറ്റ് സൈക്കാട്രിക് നഴ്സസ് സെൻറ്റ് പാട്രിക് ഹോസ്പിറ്റൽ ഡബ്ലിനിലേക്കാണ്. എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ഇൻഡീഡിൽ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം. കാരണം പലരും എന്നോട് പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ വേക്കൻസീസ് കണ്ടാൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഹോൾഡ് കറണ്ട് രജിസ്ട്രേഷൻ വിത്ത് ദ സൈക്കാട്രിക് ഡിവിഷൻ ഓർ ബി എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ വിത്ത് ദ സൈക്കാട്രിക് ഡിവിഷൻ വിത്ത് NMBA എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. അത് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ ഇൻഫോർമൽ എൻക്വയറീസിന് അഡോണിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ നമ്മൾ അതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ കാണാം, പ്ലീസ് നോട്ട് ആപ്ലിക്കേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് യുവർ NMBA പിൻ ഇഫ് യു ആർ രജിസ്റ്റേർഡ്. If you are eligible to register, your application must include the decision letter from the NMBA. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഡിസിഷൻ ലെറ്റർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻസ് ക്യാൻ ഓൺലി ബി അപ്ലോഡഡ് ആസ് വൺ ഡോക്യുമെൻറ്റ്. സോ പ്ലീസ് ഇൻക്ലൂഡ് ദ എബോവ് അലോങ് വിത്ത് യുവർ കവർ ലെറ്റർ ആൻഡ് CV ബൈ Sunday 29th June 2025 എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഡീഡിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളത് വായിച്ച് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറാനായിട്ട് എളുപ്പമായിരിക്കും. വേറെ ഒന്നും എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനിത് കംപ്ലീറ്റ്ലി വായിച്ചിട്ടുമില്ല, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അതിൽ തന്നെ ഉണ്ട് അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നഴ്സിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ Instagram ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അയർലൻഡ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.